നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തിയേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം അടിപൊളിയാട്ടോ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ആൻറ്റി ഉണ്ടാക്കി തരും കേട്ടോ. ഇന്നെന്തോ ബട്ടൂരിയാണ്, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മീൻ കറി, മോര് കറി, അങ്ങനെ അവിടെ ഇല്ലാത്തതില്ലേ. നമ്മൾ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിലും എല്ലാം ആക്കി പെറുക്കി എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. ആൻറ്റി മോനുമാണ് അവിടെ ഉള്ളത്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയെ, ഒരു മടിയില്ലാതെ ഉണ്ടാക്കി തരും കേട്ടോ. എത്ര പണിയെടുത്താലും അടുത്തു എന്നുള്ളൊരു വാക്ക് ആൻറ്റീൻ്റെ വായിൽ നിന്ന് വരില്ലേ. ആ കൂട്ടത്തിൽ ആൻറ്റിക്ക് ഉണ്ണിയപ്പത്തിന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് തരം ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാൻ ആൻറ്റിക്ക് അറിയാവേ. അങ്ങനെ ആൻറ്റി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളാണെങ്കിൽ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നേ. 10-11 മണിയായി കേട്ടോ സമയം. എന്നിട്ടും പാവം തനിയെ നിന്ന് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ പോയിട്ട് സഹായിച്ചു കൊടുക്കുക കേട്ടോ. ഉണ്ണിയപ്പം ഒരു 10-200 എണ്ണം ഉണ്ടാക്കിയിട്ട് ആർക്കോ കൊടുക്കാനുണ്ട്, അതിൻ്റെ പങ്കപ്പാടിലാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് വേണ്ട കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻറ്റിക്ക് കുറേ വയ്യായികളൊക്കെ ഉണ്ട് കേട്ടോ. ആൻറ്റി അതൊന്നും കാര്യമാക്കൂല. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാം ആക്കി പെറുക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് വിടുവേ. ഇതെല്ലാം ആക്കി പെറുക്കി വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേ. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല കേട്ടോ, എന്തെല്ലോ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് കിടക്കുവാണേ.